അപ്പോൾ നമ്മൾ ക്രിസ്തു ഉണ്ടാവണം. അതാണ് പ്രശ്നം. നമ്മൾ പറയണതേ ക്രിസ്തു നമ്മൾ യേശുവിനെ രക്ഷകനും നാഥനും ദൈവവുമായിട്ട് ആരാധിക്കുന്നു. പക്ഷെ ക്രിസ്തുവിൻ്റെ അനുഭവ തലങ്ങളുണ്ടല്ലോ, ഫാന്റാസ്റ്റിക്കാണ്. എല്ലാം ക്രിസ്തുവാണ്. അതല്ലേ പൗലോസ് പറയണത്. ക്രിസ്തു എല്ലാവരിലുമാണെന്ന് പറയണില്ലേ? എല്ലാവരിലുമാണ്. വ്യത്യസ്തങ്ങളായ നിറഭേദങ്ങളിൽ ക്രിസ്തു എല്ലാവരിലുമാണ്. അതല്ലേ നമുക്ക് ലഭിക്കാതിരിക്കുക. ഇപ്പോൾ പൗലോസ് അപ്പോസ്തലൻ അൾസർ വന്ന കാലത്തുണ്ടായ പ്രാർത്ഥനയാണിത്. പക്ഷേ പരിശുദ്ധാത്മാവ് പൗലോസിന് പറഞ്ഞ്, പൗലോസേ അൾസറാണ്, പക്ഷേ എടുത്തു മാറ്റാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞു. എടുത്തു മാറ്റാൻ ഉദ്ദേശിക്കുന്നില്ല. എന്താണ്? അപ്പോൾ പരിശുദ്ധാത്മാവ് അതിൻ്റെ കൂടെ പറഞ്ഞ കാര്യം ഇതാണ്. എന്താണ്? ഇതിലൂടെ നമുക്ക് മഹത്വം ഉണ്ടാക്കാം. അപ്പോൾ പൗലോസ് പറഞ്ഞു ഓക്കെ. അതാണ് പൗലോസ് 8:18 പറയണത്. നമുക്ക് ലഭിക്കാനിരിക്കുന്ന മഹത്വത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ഇന്നത്തെ കഷ്ടതകള് തുലോം നിസ്സാരമാണ്. പ്രിയ ദൈവവേദലേ, നീ ഒന്ന് പ്രാർത്ഥിച്ചേ അച്ഛനോട് കൂടെ. കർത്താവായ ദൈവമേ, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിൽ എനിക്ക് എന്തെങ്കിലും ക്ലേശങ്ങൾ വരുമ്പോഴേ പെട്ടെന്ന് എനിക്ക് അതിലൂടെ ലഭിക്കുന്ന മഹത്വത്തെക്കുറിച്ച് ആലോചന നൽകണമേ. ആലോചനയുടെ ആത്മാവേ എനിക്ക് വേചനം നൽകണമേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. മഹത്വം മഹത്വം യേശുവിന്, മഹത്വം മഹത്വം യേശുവിന്. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല കർത്താവേ, മഹത്വം മഹത്വം യേശുവിന്. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല കർത്താവേ, മഹത്വം മഹത്വം യേശുവിന്. കളിമൺ പാത്രങ്ങൾ ഞങ്ങൾ, അയോഗ്യദാസരം ഞങ്ങൾ. കളിമൺ പാത്രങ്ങൾ ഞങ്ങൾ, അയോഗ്യദാസരം ഞങ്ങൾ. ബലഹീനരാകും ഞങ്ങളെ ഉയർത്തിയ യേശുവിനാണെന്നും മഹത്വം. ബലഹീനരാകും ഞങ്ങളെ ഉയർത്തി യേശുവിനായെന്നും മഹത്വം. മഹത്വം മഹത്വം യേശുവിന്, മഹത്വം മഹത്വം യേശുവിന്. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അതുകൊണ്ടാണ് പൗലോസ് നമ്മൾ 2 കൊറിന്ത്യൻസിലെ 12:9-10 വചനങ്ങളിലെ ഈ അൾസറിൻ്റെ കാലത്ത് വേദനയോടെ ആ മനുഷ്യൻ പ്രാർത്ഥിച്ചു. അദ്ദേഹം വേദനയുടെ തീവ്രത കാരണം വേദനയെ പിശാചെന്നാണ് വിളിച്ചത്. പിശാചിൻ്റെ ഈ ദൂതൻ എന്നെ വിട്ടുപോകാൻ വേണ്ടി കണ്ണീരോടെ എന്ന് പറയുമ്പോൾ ആ പ്രായമുള്ള മനുഷ്യൻ കരഞ്ഞെന്നല്ല ഉറപ്പല്ലേ? വേദന കൊണ്ട് നമ്മൾ മാത്രമല്ല കരയണത്, അപ്പോസ്തലന്മാരും കരയും. വേദന വരുമ്പോൾ കരയും, ആരായാലും കരയും, വാവിട്ട് കരയും. അപ്പം പിശാചിൻ്റെ ദൂതൻ എന്നെ വിട്ടുപോകാൻ വേണ്ടി കണ്ണീരോടെ ഞാൻ പ്രാർത്ഥിച്ചു. അപ്പോൾ കർത്താവ് ഒരു സാന്ത്വനം കൊടുത്തു. എന്താ പറഞ്ഞെന്നറിയാവോ? ഈ വേദന ഞാൻ എടുത്തു മാറ്റിയാൽ നിൻ്റെ മഹത്വത്തെ അത് ബാധിക്കും. ഇതാണ് പ്രശ്നം. ഈ വേദന ഞാൻ എടുത്തു മാറ്റിയാൽ നിൻ്റെ മഹത്വത്തെ അത് ബാധിക്കാം. അത് കൊണ്ട് ഐ ആം നോട്ട് ഗോയിങ് ടു ടേക്ക് ദിസ് പെയിൻ. ഞാൻ എടുത്തു മാറ്റാൻ ഉദ്ദേശിക്കുന്നില്ല. എന്നിട്ട് പറയും, നിനക്ക് ഇതിനെ സർവൈവ് ചെയ്യാനുള്ള, അത് ജീവിക്കാനുള്ള ഗ്രേസ്, കൃപ തരാം. എന്നിട്ട് പറയും, ദാറ്റ് വിൽ ബി ഇനഫ്. ഗ്രേസ് ഈസ് സഫിഷ്യൻറ്റ് ഫോർ യു.
നിനക്ക് ഇതിനെല്ലാത്തിനും അതിജീവിക്കാൻ ഞാൻ നിനക്ക് കൃപ തരാം. എൻ്റെ പ്രിയപ്പെട്ടവരെ, അതായത് ഈശോ ഈ ലോകത്ത് നൽകിയ ഏറ്റവും വലിയ സംഭാവന എന്താണ്? എല്ലാത്തിനും അതിജീവിക്കാൻ വേണ്ടിയുള്ള അന്ന് വരെ ഇല്ലാതിരുന്ന ദൈവിക ശക്തിയെ സൗജന്യമായി എല്ലാവർക്കും ലഭിക്കുന്ന രീതിയിലേക്ക് ദൈവം ദാനമായി നൽകിയതാണ്. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. കൃപമതിയേ നിൻ കൃപമതിയേ, അളവില്ലാത്ത നിൻ കൃപമതിയേ. സന്തോഷത്തോടെ പാടുക മക്കളെ. കൃപമതിയേ നിൻ കൃപമതിയേ, അളവില്ലാത്ത നിൻ കൃപമതിയേ. രാജരാജ രാജാതിരാജ പാടിപ്പുകഴ്ത്തിടുമേ, ദിനവും വാഴ്ത്തിപ്പുകഴ്ത്തിടുമേ. രാജരാജ രാജാതിരാജ പാടിപ്പുകഴ്ത്തിടുമേ, ദിനവും വാഴ്ത്തിപ്പുകഴ്ത്തിടുമേ. കൃപമതിയേ കൃപമതിയേ, അളവില്ലാത്ത നിൻ കൃപമതിയേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, ഇവിടെ വളരെ ശ്രദ്ധിച്ചിരിക്കണം എൻ്റെ സഹോദരങ്ങളെ. നമ്മളൊരു വലിയ പ്രസംഗത്തിലേക്ക് പോകുകയല്ല, ഒരു കാര്യവിചാരത്തിലേക്ക് പോവുകയാണ്. അതായത് പൗലോസിനോട് പറഞ്ഞത് രോഗാവസ്ഥയാണ്. ഇത് പറഞ്ഞത് രോഗം എടുത്തു മാറ്റാൻ ഉദ്ദേശിക്കണില്ല. കാര്യം അത് അവൻ്റെ മഹത്വത്തെ ബാധിക്കുന്ന വിഷയമാണ്. ഇവിടെ വെച്ചാണ് പൗലോസ് തിരിച്ചറിയണത്. നമുക്ക് ലഭിക്കാതിരിക്കുന്ന മഹത്വത്തെക്കുറിച്ച് ഓർക്കുമ്പോഴെന്ന് നമ്മൾ കണ്ടില്ലേ, 8:18 വചനം, റോമാലേഖനം. ഇന്നത്തെ കഷ്ടതകൾ നിസ്സാരമാണെന്ന് ഈ നിസ്സാരമായിട്ട് തോന്നിയപ്പോഴാണ് ഈ കൃപ കിട്ടിക്കഴിഞ്ഞപ്പോഴാണ്. അതായത് നമ്മൾ പറയുന്ന 2 കൊറിന്ത്യൻസ് 12:9 വചനങ്ങളും മൈ ഗ്രേസ് ഈസ് സഫിഷ്യൻറ്റ് ഫോർ യു എന്ന് പറയുന്ന നിനക്ക് എൻ്റെ കൃപ മതിയെന്ന് പറയുന്ന വചനവും റോമ 8:18 വചനവും ലിങ്ക്ഡാണ്. അവിടെ എന്താ പറയണത്? നമുക്ക് ലഭിക്കാതിരിക്കുന്ന മഹത്വത്തെക്കുറിച്ച് ഓർക്കുമ്പോഴേ ഇപ്പം പൗലോസ് നിനക്കെൻ്റെ കൃപ മതി എന്ന് പറയുന്ന സമയത്ത് കർത്താവ് കൊടുത്ത കൃപ കൊണ്ട് പൗലോസ് കിട്ടിയ അഭിഷേകം എന്ന് പറഞ്ഞാൽ എന്താണ്? ആ കഷ്ടത നിസ്സാരമായി പോയെന്ന മഹത്വത്തെക്കുറിച്ച് ഓർക്കുമ്പോഴാണ് കഷ്ടത നിസ്സാരമായി പോകുന്നത്. പ്രാർത്ഥിക്കുക, കർത്താവേ എൻ്റെ ഏത് കഷ്ടതയായാലും ഭർത്താവിൽ നിന്നായാലും ജീവിത പങ്കാളികളിൽ നിന്നായാലും എൻ്റെ ശരീരത്തിലുണ്ടാകുന്ന രോഗങ്ങളിൽ നിന്നായാലും ഞാൻ അനുഭവിക്കുന്ന പ്രയാസങ്ങളെ കഷ്ടതകളെ നിസ്സാരമായി തോന്നാൻ പറ്റുന്ന മഹത്വത്തെ കുറിച്ചുള്ള വിചാരത്താൽ ലഭിക്കാതിരിക്കുന്ന ഇന്നത്തെ കഷ്ടതകളെ നിസ്സാരമാക്കുന്ന ജീവനത്തിന്റെ അഭിഷേകമായ എന്നെ നിറക്കണമേ. കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല, കഷ്ടങ്ങൾ സാരമല്ല, കണ്ണുനീർ സാരമല്ല, നിത്യതേജസ്സിൻ ഘനമോത്തിടുമ്പോൾ ജോഡി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല, കഷ്ടങ്ങൾ സാരമില്ല,
കണ്ണുനീർ സാരമില്ല. ആദ്യമായി തന്നെ വീണ്ടും ഈ അൾത്താരയിൽ കയറി നിൽക്കാനുള്ള അനുഗ്രഹം കൃപയും നൽകിയ അമ്മ മാതാവിനും ദൈവത്തിനും ഞാൻ കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യമാണിത്. ജർമ്മൻ എക്സാം പാസ്സായി പോകാൻ സാധിച്ചതിനെക്കുറിച്ച് ഞാൻ ഒരു പ്രാവശ്യം നന്ദി പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ പേര് ഷീജ, ഞാൻ കൊട്ടാരക്കരയിൽ നിന്നാണ് വരുന്നത്. ഇന്ന് ഞാൻ ജർമ്മനിയിൽ പോയിട്ട് എയർപോർട്ടിൽ വന്ന് നേരെ മാതാവിൻ്റെ അടുത്ത് സാക്ഷ്യം പറഞ്ഞിട്ടേ വീട്ടിലോട്ട് പോവുള്ളൂ എന്ന് ഞാൻ അമ്മയോട് പറഞ്ഞിരുന്നു. എനിക്ക് ആദ്യം പറയാനുള്ളത്, ഞാൻ ജർമ്മനിക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ വിസയ്ക്ക് നമ്പറിന് ഒരു ഡാമേജ് വന്നിരുന്നു. അപ്പം ഞാൻ ജോസഫ് അച്ഛനെ കാണാൻ വേണ്ടി ഇവിടെ വന്ന് അച്ഛൻ്റെ കൈവപ്പ് ശുശ്രൂഷ വഴി പ്രാർത്ഥിച്ചിരുന്നു. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, അച്ഛനിലൂടെ ഒന്ന് അത് കുഴപ്പമില്ല എന്നുള്ള ഒരു മെസ്സേജ് എനിക്ക് തരണമെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ അച്ഛൻ എന്നോട് തലയിൽ കൈവച്ച് കുഴപ്പമില്ല, പോയി ജോലിയൊക്കെ സമാധാനമായി ചെയ്തിട്ട് വരാൻ പറഞ്ഞു. ആ ധൈര്യത്തിൽ ഞാൻ എയർപോർട്ടിൽ അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞു, വിസയുടെ മെയിൻ നമ്പറാണ് ഡാമേജ് വന്നിരിക്കുന്നത്, അതുകൊണ്ട് അത് ഞങ്ങൾക്ക് സംശയമാണ്, കയറ്റി വിടാൻ പറ്റുമോ എന്ന്. അങ്ങനെ പറഞ്ഞ് എൻ്റെ കൂടെ വേറൊരു കുട്ടിയുണ്ടായിരുന്നു, അവളെ അകത്തോട്ട് കയറ്റി വിട്ടു. എന്നോട് പുറത്ത് നിൽക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ എപ്പോഴും ഈ ഉടമ്പടി കാശുരൂപം കൈ പിടിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. അങ്ങനെ ഉടമ്പടി കാശുരൂപം കൈ പിടിച്ച് ഞാൻ അവിടുന്ന് പ്രദക്ഷിണ പ്രാർത്ഥനയും വിശ്വാസ പ്രമാണവും തുടർച്ചയായിട്ട് ചൊല്ലി കുറേ നേരം ഒരു മണിക്കൂറോളം ഞാനവിടെ പുറത്ത് നിന്നു. വളരെയധികം വേദനയോടെ ഞാൻ മാതാവിനോട് അവിടെ പ്രാർത്ഥിച്ച് നിന്ന വഴി ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, എമിഗ്രേഷനിൽ നിന്ന് ക്ലിയറൻസ് കിട്ടി, കയറിപ്പോവാമെന്ന് പറഞ്ഞു. അങ്ങനെ വലിയൊരു അനുഗ്രഹം തന്ന് അമ്മ മാതാവ് എന്നെ അനുഗ്രഹിച്ചു. രണ്ടാമത് ഇതെൻ്റെ മോളാണ്, ഇപ്പോൾ അവൾ +1 പഠിക്കുന്നു. അപ്പം ഞാൻ ജർമ്മനിയിൽ പോയി കഴിഞ്ഞിട്ട് ഇവൾക്ക് SLC പരീക്ഷ വന്ന സമയത്ത് അവൾ ഭയങ്കര ടെൻഷനായിട്ട് ഹോസ്പിറ്റലിൽ ഫുഡ് കഴിക്കുന്നില്ല, വയ്യ, അങ്ങനെയൊക്കെ പറഞ്ഞ് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അവൾ ബയോളജിയും മാത്സും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. മോഡൽ എക്സാമിന് പോലും അവൾക്ക് A+ മാർക്ക് കിട്ടിയിരുന്നില്ല. അതുകൊണ്ട് അവൾക്ക് ഭയങ്കര പേടിയും ടെൻഷനുമായിരുന്നു. ഞാൻ പറഞ്ഞു, ഇവിടെ കൃപാസനത്തിൽ ഹസ്ബൻഡ് എല്ലാ മാസവും ഇവിടെ വരാറുണ്ട്, അപ്പോൾ മോളെയും കൊണ്ട് വന്ന് ഇവിടെ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഉടമ്പടിയിലായതുകൊണ്ട് അവൾക്ക് ജോസഫ് അച്ഛനെ കാണാനുള്ള അനുഗ്രഹം കിട്ടി. അങ്ങനെ അച്ഛൻ ബ്ലെസ്സിങ് ചെയ്ത കാശുരൂപം കൊടുത്തു വിട്ട് അവൾ അതുമായി പോയി പ്രാർത്ഥിച്ചു. ഞാൻ മാതാവിനോട് പറഞ്ഞു, ഞാനിവിടെ ഉണ്ടെങ്കിലും എനിക്ക് എല്ലാ സമയത്തും അവളുടെ കൂടെ ആയിരിക്കാൻ പറ്റില്ല, അമ്മ എല്ലായ്പ്പോഴും അവളുടെ കൂടെ ഇരുന്ന് സഹായിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ അവൾക്ക് റിസൾട്ട് വന്നപ്പോൾ ഫുൾ A+ കിട്ടി, പാസ്സാകാൻ പറ്റി. പിന്നെ മൂന്നാമത്തെ എൻ്റെ സാക്ഷ്യമെന്ന് പറഞ്ഞിരുന്ന, ഞാൻ അവിടെ ചെന്നപ്പം എനിക്ക് താമസിക്കാൻ വേണ്ടി തന്നെ ഒരു ഫ്രണ്ട്സിൻ്റെ കൂടെയാണെന്നായിരുന്നു പറഞ്ഞാണ് പോയത്. അവിടെ ചെന്നപ്പം തന്നെ താമസിക്കാനൊരു ഫ്ലാറ്റാണ് കിട്ടിയത്. അപ്പം പുതിയതായിട്ടൊരു സ്ഥലത്ത് ചെന്ന് ഞാൻ വളരെയധികമായി വേദനിച്ചു. ഞാനിവിടുന്ന് മാതാവിനോട് പ്രാർത്ഥിച്ചിട്ടാണ് പോയത്. ഞാൻ ഓർത്ത്, മാതാവേ, ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചിട്ട് എനിക്ക് തന്നെയായി പോയല്ലോ എന്നുള്ളൊരു വിഷമം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അന്ന് തൊട്ട് ഞാൻ എൻ്റെ ഉടമ്പടി പ്രാർത്ഥനകളെല്ലാം അതുപോലെ തന്നെ പ്രാർത്ഥിച്ചു പോകുന്നുണ്ടായിരുന്നു. പക്ഷെ പെട്ടെന്ന് തന്നെ ഞാൻ മാതാവിൻ്റെയും എൻ്റെ കർത്താവിൻ്റെയും സാന്നിധ്യം എപ്പോഴും അവിടെ ഉണ്ടായിരുന്നു. ഞാൻ എല്ലാ സമയത്തും പ്രാർത്ഥന മാത്രമല്ല, മുഴുവൻ സമയവും എല്ലാ കാര്യങ്ങളും മാതാവിനോടും ഈശോയോടും വർത്തമാനം പറഞ്ഞുകൊണ്ട് അങ്ങനെ എപ്പോഴും സാക്ഷ്യം കേട്ടുകൊണ്ടിരിക്കും. മാതാവിൻ്റെ സാക്ഷ്യം കേൾക്കുമ്പോൾ മറ്റുള്ളവർക്ക് കിട്ടിയ അനുഗ്രഹങ്ങളാണെങ്കിലും അമ്മ മാതാവിൽ നിന്ന് ലഭിച്ച അനുഗ്രഹങ്ങൾ കേൾക്കുമ്പോൾ എനിക്കത് വളരെ സന്തോഷമാണ്. ഞാൻ ജോസഫ് അച്ഛൻ്റെ ഉടമ്പടി ധ്യാനങ്ങൾ എല്ലാ ചൊവ്വാഴ്ചയും ഡ്യൂട്ടിയുടെ ഇടയ്ക്ക് പറ്റിയില്ലെങ്കിലും ആ ആഴ്ച തന്നെ കൂടാറുണ്ട്. എല്ലാ പ്രസംഗങ്ങളും കൃപാസനത്തിലെ മുഴുവൻ ശുശ്രൂഷകൾ, ഡെയിലി ബ്രെഡ് എന്നും കേൾക്കാറുണ്ട്. എന്നും ഡെയിലി ബ്രെഡ് കേൾക്കുമ്പം അന്നത്തെ കാര്യം അച്ഛൻ എനിക്ക് വേണ്ടി പറയുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ അച്ഛൻ്റെ ബ്ലെസ്സിങ് വാങ്ങിയാണ് എന്നും ജോലിക്ക് പോകുന്നത്. പിന്നെ അവിടെ ചെന്നപ്പം ജർമ്മൻ ഭാഷ ഞങ്ങൾക്ക് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പം ഞാൻ ആദ്യം എന്നെ ഞാൻ ഇവിടെ വർക്ക് ചെയ്തത് ഇൻറ്റൻസീവിലായിരുന്നു. അവിടെ ചെന്നും എനിക്ക് ഇൻറ്റൻസീവിൽ തന്നെ ജോലി കിട്ടി. അപ്പോൾ അതെനിക്ക് വളരെ സന്തോഷത്തോടെ ഞാൻ ഇരിക്കുന്ന സമയത്ത് ഇൻറ്റൻസീവിലെ പേഷ്യൻ്റ് ആയതുകൊണ്ട് കൂടുതൽ സംസാരിക്കാനുള്ള ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് വാർഡിലോട്ട് നിൽക്കാൻ പറഞ്ഞു. അവിടെ ചെന്ന് എനിക്കത് അവിടുത്തെ ജോലി ഒട്ടും കംഫോർട്ടല്ലായിരുന്നു. അപ്പം ഞാൻ മാതാവിനോട് ഡെയിലി പ്രദക്ഷിണ പ്രാർത്ഥനയും വിശ്വാസ പ്രമാണവും ഡെയിലി ചൊല്ലി
ഒരു പേപ്പറിൽ ഇങ്ങനെ എഴുതി വെച്ച് എന്നെ വീണ്ടും തിരിച്ച് അങ്ങോട്ട് തന്നെ ഡ്യൂട്ടിക്ക് എടുക്കണമെന്ന് പ്രാർത്ഥിച്ച് ലൈറ്റ് കാൻഡി പ്രയർ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. അത് 90 ദിവസം തികയുന്നതിന് മുമ്പ് തന്നെ എനിക്ക് തിരിച്ച് എന്നെ അങ്ങോട്ട് തന്നെ ഡ്യൂട്ടിക്ക് ഇടാനും ഉള്ള അനുഗ്രഹം മാതാവ് തന്നു. അതുപോലെ ഭാഷ പറയാൻ വേണ്ടി വളരെ ബുദ്ധിമുട്ടുണ്ട്. ഞാൻ എന്നും ഡ്യൂട്ടിക്ക് പോകുമ്പം ഉടമ്പടി തൈലവും ഉടമ്പടി തേനും എല്ലാം കഴിച്ചിട്ടാണ് പോകുന്നത്. ഉടമ്പടി ഉപ്പും എല്ലാം കഴിച്ച് വിശ്വാസ പ്രമാണവും അപ്രദക്ഷിണ പ്രാർത്ഥനയും മുടങ്ങാതെ ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടാണ് പോകുന്നത്. ഇപ്പോൾ എനിക്കത് കുറേ ബുദ്ധിമുട്ട് മാറി ഡ്യൂട്ടി നന്നായിട്ട് ചെയ്യുവാനുള്ള കൃപ കിട്ടി. അതുപോലെ അവിടെ ഞങ്ങൾക്ക് മെയിനായിട്ട് 2 എക്സാമുണ്ട്. അപ്പം അതിൽ ഒരു എക്സാം എനിക്ക് ഇച്ചിരി പാടായിരുന്നു. അത് ആദ്യത്തെ പ്രാവശ്യം കിട്ടിയില്ല. പക്ഷേ പ്രാക്ടിക്കൽ എക്സാം ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഇതും കൂടെ അതാണ് മെയിനായിട്ടുള്ളത്. അപ്പോൾ എനിക്ക് വല്ലാത്ത ഇതായിരുന്നു. ഞാൻ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് ജോസഫ് അച്ഛൻ പറയുന്ന അതേ ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് മാതാവിനോട് വിശ്വാസ പ്രമാണവും പ്രദക്ഷിണ പ്രാർത്ഥനയും മുടങ്ങാതെ ചൊല്ലി വിശ്വാസ പ്രഖ്യാപന ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ച് ഞാൻ എക്സാമിന് പോയി. എനിക്ക് ആ എക്സാമിന് പാസ്സാവാൻ സാധിച്ചു. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ചെയ്യുന്നത്, ഞാൻ ഇവിടെ എൻ്റെ ഫ്രണ്ട്സൊക്കെ ലീവിന് വരുമ്പോൾ അവരോട് പത്രം വാങ്ങിച്ചുകൊണ്ട് വരാൻ പറഞ്ഞ് അവിടെ മലയാളികൾ പിള്ളേരുടെ ഇടയ്ക്ക് പത്രം കൊടുക്കാറുണ്ട്. ഉടമ്പടി കാശുരൂപം അവർക്കെല്ലാം വാങ്ങിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കാറുണ്ട്. പിന്നെ കാരുണ്യപ്രവൃത്തിയായിട്ട് ഞങ്ങളവിടെ പേഷ്യൻറ്റിനെ നോക്കുമ്പോൾ ഡ്യൂട്ടിയുടെ സമയമല്ലാതെ ഞങ്ങൾ പറ്റുമ്പോഴെല്ലാം അവർക്ക് കൂടുതൽ എല്ലാവരും ഓൾഡ് ഏജ് ആയിട്ടുള്ള പേഷ്യൻ്റാണ്. കൂടുതൽ കെയർ കൊടുത്ത് അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ച് അവരെ ശുശ്രൂഷിക്കാറുണ്ട്. പിന്നെ കാരുണ്യപ്രവൃത്തിയായിട്ട് ഞാൻ നാട്ടിലോട്ട് വൃദ്ധസദനത്തിലോട്ട് പൈസ കൊടുക്കുകയും ആര് സഹായം ചോദിച്ചിട്ടുണ്ടെങ്കിലും ഫ്രണ്ട്സോ ആര് പറഞ്ഞാലും പറ്റുന്ന പോലെ എല്ലാവർക്കും പൈസ കൊടുത്തും അങ്ങനെ സഹായിക്കാറുണ്ട്. അവിടെ ഞങ്ങൾക്ക് എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകാൻ പറ്റില്ല. പക്ഷേ എല്ലാ ഞായറാഴ്ചകളിലും ഞങ്ങൾ കുർബാനയിൽ പോകാറുണ്ട്. ജർമ്മൻ ഭാഷയിലാണ് കുർബാന. എങ്കിലും പറ്റുമ്പോഴെല്ലാം കുർബാനയിലും പള്ളിയുമായിട്ട് അവിടെ പോകാറും സഹകരിക്കാറുമുണ്ട്. പിന്നെ അതല്ലാതെ ഞങ്ങൾ നിരവധിയായ അനുഗ്രഹങ്ങൾ ഞാൻ വീട്ടിൽ നിന്ന് മക്കൾക്ക് അസുഖത്തിൻ്റെ കാര്യവും അങ്ങനെയെല്ലാം പറയുമ്പോഴും അമ്മയെല്ലാം അസുഖത്തിൻ്റെ എല്ലാം പറയുമ്പോഴും ഞാൻ എൻ്റെ വയറയിലും നടുവേലും ഒക്കെ ഉടമ്പടി തൈലം കൊണ്ടും ഉടമ്പടി കാശുരൂപം കൊണ്ടും ഒക്കെ കുരിശു വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രത്യേകം പ്രാർത്ഥിക്കാറുണ്ട്. ഞാൻ ഈ ഉടമ്പടി കാശുരൂപം എവിടെ പോയാലും വീട്ടിൽ ജോലി ചെയ്യുന്ന സമയം ഒഴിച്ച് ബാക്കി എല്ലാ സമയത്തും എൻ്റെ കയ്യിൽ കാണും. ഡ്യൂട്ടി സമയത്താണെങ്കിൽ പോക്കറ്റിലിടും. അങ്ങനെ എപ്പോഴും ഉടമ്പടി കാശുരൂപം കൊണ്ടാണ് ഞാൻ പോകാറുള്ളത്. അപ്പം എപ്പോഴും പരീക്ഷണങ്ങൾ കുറേ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ലാസ്റ്റ് എത്തിയാലും മാതാവ് എന്നെ അവിടെ സഹായിക്കുമെന്ന് എനിക്ക് ഉറച്ച വിശ്വാസമാണ്. എൻ്റെ ഫ്രണ്ട്സ് എല്ലാം എന്നോട് പറയാറുണ്ട്, പ്രാർത്ഥിക്കുന്നെങ്കിലും കൂടുതൽ പരീക്ഷണമാണല്ലോ എന്ന്. അപ്പം ഞാൻ അവരോട് പറയും, എനിക്ക് ഒരു നിയോഗങ്ങളും സാധിച്ചു തന്നില്ലെങ്കിലും ഇനിയിപ്പോൾ എല്ലാ കാര്യങ്ങളും കിട്ടി എനിക്ക് ഒരു കൃപ ലഭിക്കാനില്ലെങ്കിലും ഞാൻ ഈ ഉടമ്പടി തന്നെ ആയിരിക്കും. മരണം വരെ ഉടമ്പടി തന്നെ ജീവിക്കാനാണ് ഞാൻ ആഗ്രഹിച്ചിരിക്കുന്നത്. എന്തു പരീക്ഷണം ഉണ്ടായാലും മാതാവ് അവസാന നിമിഷത്തിൽ എന്നെ സഹായിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്. ഇന്നലെ അതുപോലെ ഞാൻ എയർപോർട്ടിൽ കയറാൻ വേണ്ടി അവിടെ ചെന്നപ്പം ടിക്കറ്റ് നേരത്തെ ഓൺലൈൻ എടുത്തതായിരുന്നു. പക്ഷേ അവിടെ ചെന്ന സമയത്ത് അവർ ഓൺലൈൻ ചെക്കിങ് ചെയ്തില്ല എന്നും പറഞ്ഞ് 3:30 വരെയും ചെക്കിങ് കഴിഞ്ഞിട്ട് ഫ്ലൈറ്റ് ഓവർ ബുക്ക്ഡ് ആണ്, അതുകൊണ്ട് നിങ്ങൾക്ക് കയറി പോകാൻ പറ്റില്ലെന്നും പറഞ്ഞ് എന്നെ അവിടെ വെയിറ്റ് ചെയ്യിപ്പിച്ചു. അപ്പോഴും ഞാൻ ഉടമ്പടി കാശുരൂപം കൊണ്ട് പ്രത്യക്ഷ പ്രാർത്ഥനയും വിശ്വാസ പ്രമാണം ചൊല്ലി പുറത്ത് നിന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. ലാസ്റ്റ് അവർ 3:30 കഴിഞ്ഞ് 3:45 അവർ പറഞ്ഞു, വിളിച്ചിട്ട് എന്നോട് പറഞ്ഞ് അങ്ങനെ ഒരു സീറ്റ് ബാക്കിയുണ്ട്, എന്തായാലും നിങ്ങൾ ദൈവം സഹായിച്ചെന്ന് പറഞ്ഞ് അവർ പിന്നെ എനിക്ക് അതിന് കയറി പോരാൻ സാധിച്ചു. അങ്ങനെ എല്ലാ അവസരങ്ങളിലും എൻ്റെ അമ്മ മാതാവും കർത്താവും എനിക്ക് നിരവധിയായ അനുഗ്രഹങ്ങളും കൃപകളും തന്ന് സഹായിക്കാറുണ്ട്. അമ്മയും മാതാവും കർത്താവും തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ വീണ്ടും കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ ശാരീരിക പ്രശ്നങ്ങളും വിദ്യാഭ്യാസത്തിലെ എല്ലാ പ്രശ്നങ്ങളും തന്ന അമ്മ മാതാവിനോട് ഞാൻ 1000 നന്ദി അറിയിക്കും. ഈ ആൾത്താരയിൽ 2ാമത്തെ പ്രാവശ്യവും സാക്ഷ്യം പറയാനായിട്ട് എന്നെ അനുവദിച്ച ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് രമ. ഞാൻ വൈക്കത്തു നിന്നാണ് വരുന്നത്. 2023 ഏപ്രിൽ 4-ാം തീയതിയാണ് ഞാൻ ഉടമ്പടി എടുത്തത്. എൻ്റെ ആദ്യത്തെ സാക്ഷ്യം ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. പക്ഷെ അതിൽ ഒരു ചെറിയ കാര്യം വിട്ടുപോയായിരുന്നു. കാരണം ഞാൻ ഇവിടെ ആരാധന കൂടി ചൊവ്വാഴ്ചത്തെ ധ്യാനം കൂടി കഴിഞ്ഞ് കഴിയുമ്പോൾ വീണ്ടും ഞാൻ മൊബൈലിൽ ആ ധ്യാനം തന്നെ വീണ്ടും കൂടിക്കൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ കൂടിക്കൊണ്ടിരുന്നപ്പോൾ ഒരു ദിവസം ഈശോയുടെ
രൂപത്തിൽ മൊബൈലിൽ കാണുവാണ്. ഈശോയുടെ രൂപത്തിൽ ഈ ഈശോയുടെ ഇടത്തെ കാലിൻ്റെ മുട്ടിൽ നിന്ന് താഴോട്ട് ഒരു ചെറുനാരങ്ങ വലിപ്പത്തിൽ രക്ത കളറുള്ള ഒരു ഗോളം ഇങ്ങനെ പതുക്കെ 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 ഇറങ്ങി വന്ന് കണ്ണയുടെ അവിടം വരെ വന്നു. അത് കഴിഞ്ഞ് അതങ്ങനെ 3 പ്രാവശ്യം മുട്ടിൽ നിന്ന് താഴോട്ട് അങ്ങനെ ഇറങ്ങി വന്ന് കണ്ടു. അപ്പോൾ എന്താണെന്ന് എനിക്ക് ഒന്നും പിടുത്തം കിട്ടിയില്ല എന്താണെന്ന്. അത് കഴിഞ്ഞ് ആ മാസം തന്നെ 21-ാം തീയതി, അപ്പോൾ രണ്ടാമത് കണ്ട കാരണം ഞാൻ ഡേറ്റ് കറക്റ്റായിട്ട് ഓർത്ത് വെച്ചു. 21-ാം തീയതി ഇതുപോലെ തന്നെ ഞാൻ മൊബൈൽ ഓൺ ചെയ്ത് നോക്കി ധ്യാനം കൂടാനായിട്ട് നോക്കിയപ്പം ഈശോയുടെ വലത്തെ കാലിൻ്റെ മുട്ടിൽ നിന്ന് താഴോട്ട് അതുപോലെ തന്നെ രക്ത കളറിൽ ചെറുനാരങ്ങ മുഴുപ്പിൽ ഒരു ഗോളം ഇങ്ങനെ പതുക്കെ 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 ഇറങ്ങി വന്ന് കണ്ണയുടെ അവിടം വരെ ഞാൻ കണ്ടു. അപ്പോൾ എന്നെ ഇവിടെ കൊണ്ടുവന്ന ആൾക്കാരോട് ഞാൻ വിളിച്ചു പറഞ്ഞു, എനിക്കിങ്ങനെ ഒരു ഇത് കിട്ടിയല്ലോ, എന്താണെന്ന് എനിക്കറിയില്ല. അപ്പം എനിക്കൊരു വിഷമോ എന്താണെന്ന് അറിയില്ലല്ലോ എന്നോർത്ത്. പക്ഷേ അത് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ എൻ്റെ 2 മുട്ടും പാദം മുതൽ 2 മുട്ടും മരവൽ കാരണം എനിക്ക് എഴുന്നേറ്റ് നിൽക്കാനൊന്നും പാടില്ലായിരുന്നു. പക്ഷെ അത് കുറച്ച് കഴിഞ്ഞപ്പോൾ ആ മരവൽ മുട്ടിൽ നിന്ന് താഴോട്ടുള്ള ആ മരവൽ മാറി. പാദത്തിൽ ഇപ്പം മരവലുണ്ട്, പക്ഷെ മുട്ടിൽ നിന്നുള്ള മരവൽ മാറി. അപ്പോൾ എനിക്ക് തോന്നി അതിൻ്റെ അടയാളമായിരിക്കും കർത്താവ് എനിക്ക് തന്നേന്ന്. പിന്നെ എൻ്റെ രണ്ടാമത്തെ സാക്ഷി എന്ന് പറഞ്ഞാൽ ഇതെൻ്റെ മകൻ്റെ ഭാര്യയാണ്. ഈ കുഞ്ഞ് രണ്ടാമത്തെ കുഞ്ഞാണ്. ഇവൾക്ക് PCOD ഉള്ളതാണ് ഓൾറെഡി. അതിൻ്റെ കൂട്ടത്തിൽ കൊളസ്ട്രോൾ ഉള്ളതുകൊണ്ട് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മൂത്ത കുട്ടിക്ക് 5.5 വയസ്സ് കഴിഞ്ഞപ്പം രണ്ടാമത്തെ കുട്ടി വേണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു കൊളസ്ട്രോളിൻ്റെ മരുന്ന് കഴിക്കുന്നവർ ഗർഭിണിയാവാൻ പ്രയാസമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, അങ്ങനെയാണെങ്കിൽ 3 മാസം മുമ്പെങ്കിലും കൊളസ്ട്രോളിൻ്റെ മരുന്ന് നിർത്താൻ പറഞ്ഞു. അങ്ങനെ കൊളസ്ട്രോളിൻ്റെ മരുന്ന് 3 മാസം ഞങ്ങൾ നിർത്തി കഴിഞ്ഞ് പക്ഷേ പ്രയോജനമൊന്നും ഉണ്ടായില്ല. അപ്പോൾ ഹൈ കൊളസ്ട്രോൾ ആയപ്പോൾ വീണ്ടും കൊളസ്ട്രോളിൻ്റെ ഗുളിക കഴിക്കാൻ തുടങ്ങി. അങ്ങനെ കഴിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ കഴിഞ്ഞ 24 സെപ്റ്റംബറിൽ പുള്ളിക്ക് എന്തോ ഒരു സംശയം തോന്നി. അവൾ ടെസ്റ്റ് ചെയ്തപ്പോൾ പോസിറ്റീവാണെന്ന് കണ്ടപ്പം അന്ന് മകൻ്റെ ജോലിയുടെ ആവശ്യം അനുസരിച്ച് അവർ 2 വർഷം ബാംഗ്ലൂരായിരുന്നു. അപ്പോൾ പോസിറ്റീവാണെന്ന് കണ്ടിട്ട് എന്നോട് പറഞ്ഞില്ല. ആദ്യത്തെ അവരവിടെ ചെന്ന് ഡോക്ടറെ ചെന്ന് കണ്ടു, കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഇങ്ങനെ കൊളസ്ട്രോളിൻ്റെ മരുന്ന് കഴിച്ചാൽ തലേ ദിവസം വരെ ഞങ്ങൾ കഴിച്ചതാണെന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യത്തെ സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പം യൂട്രസിൽ ഫ്ലൂയിഡ് ഉണ്ട്, പോസിറ്റീവാണ്, പക്ഷേ കുട്ടിയില്ല. അവർ ഒത്തിരി നോക്കി, കുട്ടിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അടുത്ത പ്രാവശ്യം ഇതുപോലെ കുട്ടിയെ കണ്ടില്ലെങ്കിൽ ഇത് അബോർട്ട് ചെയ്ത് കളയും എന്ന് പറഞ്ഞു. ഞാൻ ഇതുപോലെ തന്നെ ധ്യാനം കൂടാനായിട്ടിരിക്കുന്ന സമയത്താണ് ഒരു ചൊവ്വാഴ്ച ഇവൾ വിളിച്ചപ്പോഴത്തേക്ക് എടുത്തപ്പം ഭയങ്കര കരച്ചിലാണ് പറഞ്ഞത്. എന്താണെന്ന് എനിക്കറിയില്ലല്ലോ. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും കാര്യം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു പേടിക്കണ്ട, മാതാവിൻ്റെ അടുത്ത് അമ്മ പ്രാർത്ഥിച്ചോളാം, പ്രശ്നമൊന്നുമില്ല, അമ്മ മാതാവിനോട് പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് എന്നെ വിളിച്ചു പറഞ്ഞു. അപ്പം ഞാൻ ഇവൾക്ക് മാതാവിൻ്റെ ഉപ്പ് കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യാം, ആ ഉപ്പ് ശകലം വെള്ളത്തിൽ ചാലിച്ച് വയറിൽ തേച്ചിട്ട് കുരിശ് വരച്ച് പ്രാർത്ഥിച്ചോ, അമ്മ ഇവിടെ ഇരുന്ന് വിശ്വാസ പ്രമാണം ചൊല്ലിക്കോളാം, ഒന്നും വരികയില്ല, കുഴപ്പമൊന്നും ഉണ്ടാവില്ലെന്ന് പറഞ്ഞു. അങ്ങനെ രണ്ടാമത്തെ പ്രാവശ്യം സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പം അവിടെ കുട്ടിയുണ്ട്, ഹാർട്ട് ബീറ്റ് കണ്ടു എന്നും പറഞ്ഞ് ഡോക്ടർ പറഞ്ഞെന്നും പറഞ്ഞ് എന്നെ വിളിച്ചു പറഞ്ഞു. അതെല്ലാം കഴിഞ്ഞ് പിന്നെ ഒരു 6 മാസം ആയപ്പോഴത്തേക്കും വീണ്ടും പ്രശ്നം, ബ്ലീഡിങ് ആയി, പിന്നെ പ്ലാസൻ്റെ താഴോട്ട് വന്നു. അപ്പോൾ ഇത് റിസ്ക് ആണെന്ന് ഡോക്ടർ പറഞ്ഞു. എന്താണെങ്കിലും വലിയൊരു പ്രശ്നമാണ്, അനങ്ങാതെ കിടക്കണം, എഴുന്നേക്കൊന്നും ചെയ്യരുത്, കട്ടിലെ തന്നെ കിടക്കണം എന്ന് പറഞ്ഞു. ഗ്ലൂക്കോസ് ടെസ്റ്റിന് അവിടെ നിന്ന് സിസ്റ്ററെ വിട്ടോളാം, അത് ഹോസ്പിറ്റലിലേക്ക് പോലും വരണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് വീണ്ടും എന്നെ വിളിച്ചു പറഞ്ഞു, അമ്മ ഇന്നെന്നെ പോലെയാണ്, അമ്മ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു കുഴപ്പമൊന്നും വരില്ല മക്കളെ, നീ ധൈര്യമായിട്ടിരുന്നു, പ്രാർത്ഥിച്ചോളാം. അങ്ങനെ പറഞ്ഞ് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഇരുന്ന് കഴിഞ്ഞ മാർച്ച് 22-ാം തീയതി അവിടെ നിന്ന് പോരുവാന്ന് ഡോക്ടറോട് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു എൻ്റെ റിസ്കിൽ പോരണ്ട, എൻ്റെ എക്സ്പീരിയൻസിൻ്റെ ഇടയിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ കൊളസ്ട്രോളിൻ്റെ മരുന്ന് കഴിച്ചിട്ട് പ്രഗ്നൻ്റ് ആവണം ഒരാൾ, അപ്പോൾ എൻ്റെ റിസ്കിൽ പോകണ്ട, നിങ്ങൾക്ക് സ്വന്തമായിട്ട് റിസ്ക് എടുക്കാമെന്നുണ്ടെങ്കിൽ പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് എന്നെ വിളിച്ചു പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നീ ധൈര്യമായിട്ട് പോരെ, മാതാവ് ഈശോയും ഉണ്ട്, അമ്മ പ്രാർത്ഥിക്കുന്നുണ്ട്, ഒരു കുഴപ്പവും വരികയില്ല എന്ന് പറഞ്ഞ് പോന്നു. കഴിഞ്ഞ മാർച്ച് 22-ാം തീയതി അവിടെ പോന്നു. മെയ് 22-ാം തീയതി കുട്ടി ഉണ്ടായി. ഞാനൊന്നും ചോദിച്ചില്ല മാതാവിനോട്, ഞങ്ങളുടെ വീട്ടിലെല്ലാം പെൺകുഞ്ഞുങ്ങളാണ്, പക്ഷെ മാതാവ് പറഞ്ഞു ഒരു ആൺകുഞ്ഞിനെ തന്നു, അവന് ഒരു കുഴപ്പമില്ലാത്ത കുഞ്ഞാണ്. പിന്നെ
ഈ കുഞ്ഞിന് ഉണ്ടായപ്പം ഞാനപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാതാവിനോട്, മാതാവേ പെൺകുഞ്ഞാണെങ്കിൽ കൃപ എന്ന് പേരിട്ടോളാം, ആൺകുഞ്ഞാണെങ്കിൽ ജോഷുവ എന്ന് ഞാൻ പേര് വിളിച്ചോളാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുട്ടി ഉണ്ടായി എൻ്റെ കയ്യിലാണ് ഡോക്ടർ ആദ്യം കൊണ്ട് തന്നത്. കുട്ടിയെ കിട്ടിയ വഴി ഞാൻ നെറ്റിയിൽ 3 കുരിശ് വരച്ച് 2 പാദമല്ല ഉള്ളംകാലിലും കുരിശ് വരച്ച് ജോഷുവ എന്ന് ഞാൻ പേര് വിളിച്ചു. ഞാൻ പറഞ്ഞ വാക്ക് പാലിച്ചു മാതാവിനോട്. അങ്ങനെ കിട്ടിയ കൊച്ചാണ്. പിന്നെ എൻ്റെ കാരുണ്യ പ്രവർത്തനം എന്ന് പറഞ്ഞ് ഞാൻ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ആഴ്ചയിൽ 1 ദിവസം ചോറ് കൊണ്ട് കൊടുക്കും. പിന്നെ അവിടെ അടുത്തൊരു അമലാഭവനുണ്ട്, അവിടെ പോയി മാനസിക രോഗമുള്ളവരാണ്, അവരെ കാണും, അവരുടെ കൂടെ കുറേ നേരം ഇരിക്കും, അവരോട് പാട്ടൊക്കെ പാടിക്കൊണ്ടിരിക്കും, അവർക്ക് വേണ്ട സാധനങ്ങളെല്ലാം കൊടുക്കും. പിന്നെ ആസ്പത്രിയിൽ ആരെങ്കിലും പൈസയുടെ ബുദ്ധിമുട്ട്, ചികിത്സയുടെ ഇതിനൊക്കെ ആണെങ്കിൽ എന്നെ കണ്ട് ഉള്ളതുപോലെ ഞാൻ ചെയ്യുന്നതാണ്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം, ഇവിടുന്ന് പത്രം ഞാൻ വാങ്ങിച്ച എല്ലാ മാസവും വരും. ഇപ്പം ഈ മാസം തന്നെ 3ാമത്തെ പ്രാവശ്യം വന്നേക്കണേ. എല്ലാ പ്രാവശ്യവും വന്ന് ഞാൻ പത്രം വാങ്ങിച്ചുകൊണ്ട് ഈ ബസ് സ്റ്റാൻഡിലെല്ലാം കൊണ്ട് കൊടുത്ത് എനിക്ക് വായിക്കാനുള്ള ഒരു പത്രം മാത്രം വെച്ചിട്ട് ബാക്കി കൊണ്ടുപോയി കൊടുക്കും. എല്ലാവർക്കും കൊടുത്തിട്ടാണ് ഞാൻ വീട്ടിലേക്ക് പോകുന്നത്. ഇത്രയൊക്കെ എനിക്ക് 2ാമത്തെ സാക്ഷ്യത്തിനും തന്ന ഈശോയ്ക്കും പിന്നെ മാതാവിനും 1000 നന്ദി.